guys, welcome to my YouTube channel Tales of Samira. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വേണമെങ്കിൽ നോക്കാം. ആദ്യമായിട്ടാണ് യൂട്യൂബ് കാണണമെങ്കിൽ വേഗം പോയി കണ്ടോ. ടേൽസ് ഓഫ് സമീര എന്നാണ്. ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്. ഗായ്സ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതൊരു ഡാൻസ് പ്രാക്ടീസാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉണ്ടാവും. ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ ഞാനൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡാൻസ് പ്രാക്ടീസിലേക്ക് പോവാം. ഞാനിപ്പോൾ ആശുപത്രി പോയായിരുന്നു. ആശുപത്രി പോയ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പോൾ വന്നു. എനിക്ക് ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്, ലഞ്ച് കഴിക്കാൻ പോവാണ്. സ്പെഷ്യൽ ചെമ്മീൻ എടുക്കാൻ പറ്റാൻ പോവാണ്. കുറേ ഉണ്ട് എനിക്ക്. ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട് മേശപ്പുറത്ത്. ഇതിപ്പോൾ ഇവിടെ ബെഞ്ചിൽ കുറച്ച് സ്ഥലമൊന്നും ഇല്ല അധികം. അതുകൊണ്ട് ഞാൻ ഈ ഫോണിൻ്റെ ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ സ്ഥലമില്ല ഒക്കെ ഉണ്ടാവും. ഇവിടെ എടുത്ത് വെച്ചു, താഴത്തെടുത്ത് വെച്ചു. പിന്നെ എന്താ ഉള്ളത്? ഞാനിവിടെ പലരും ഫോണുണ്ട് പറഞ്ഞത്. എന്താ ഉള്ളത്? പിന്നെ ഇതൊരു ഈ സാധനം ഇതൊന്നും ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഈ അടിയിലുണ്ടല്ലോ. ഈ അടിയിൽ നേരെ പോയി ഈ അടിയിൽ നേരെ നോക്കുമ്പോൾ ഒരു മൂണിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് എൻ്റെ അകത്തുനിന്ന് കാണുന്നത്. ഇപ്പോൾ വേണം നോക്കിക്കോട്ടെ, ഉള്ള വീട്ടിലൊക്കെ ഇത് നോക്കിക്കോ. നിങ്ങളുടെ പേപ്പറൊക്കെ പോകാതിരിക്കാൻ ഞാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ഡ്രോയിങ് ഉണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ഡ്രോയിങ് ഉണ്ട്. പിന്നെ ഇത് എൻ്റെ മേശയാണെന്ന് അറിയിക്കാനായിട്ടാണ് എൻ്റെ പേര് എഴുതിച്ചത്, സമീര പ്രവീൺ. ഇത് കുഞ്ഞായിട്ട് ഞാനൊരു സമീര പ്രവീൺ ഒരു ഹാർട്ട് വരച്ചിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ അടുത്ത് വെക്കും. പിന്നെ കുറച്ച് പേനുകളാണുള്ളത്, സാധാ പേനുകൾ, ബ്ലൂ പേന, ഗ്രീൻ അതൊക്കെ. ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കണ്ണാടിയാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകും നമ്മുടെ മുഖമൊക്കെ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇതിനകത്ത്. പിന്നെ വേറെ ഉണ്ടാവുന്നത് ഇവിടെ ഇതുണ്ട്, ഷെൽഫ്സ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ കുറേ നോട്ട്ബുക്കും പിന്നെ കലണ്ടറും പിന്നെ ബുഷസും അങ്ങനത്തെയൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ വേറെ ഉണ്ടാവുന്നത് ഇതിൻ്റെ അകത്ത് എൻ്റെ ബെൽറ്റും ഇതൊക്കെയാണ്. ഇതൊക്കെ ഞാൻ KVയിലാണ് പഠിക്കുന്നത്. അപ്പോൾ KVയിൽ യൂണിഫോം വെച്ചിട്ട് ഞാൻ കുറേ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പുഷ്പ എൻ്റെയൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. KVയാണ്. ഒരു വേറെ സാധനം കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ വരാം. ഇതാണ് ലുഡോ ഗെയിമാണ്. നമ്മുടെ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ബ്ലൂവും യെല്ലോയും റെഡും ഗ്രീനും ഉണ്ട്. അപ്പുറത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കളിച്ചിട്ടുള്ള കളിയാണ് ഇത് രണ്ടും. വേറൊരു കളിയുണ്ട്, പണ്ട് തൊട്ടേ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയാണ്. ലുഡോ ഒന്ന് മറ്റേ പാമ്പ് കോണി. അതൊക്കെയാണ് നല്ല എന്തൊക്കെയാണ് പറഞ്ഞത്. പാമ്പ് കൊണ്ട് തന്നെ അല്ലേ? പാമ്പ് കോണിതൊക്കെ ആയിരിക്കും ചില ആൾക്കാർ നാട്ടിലൊക്കെ. 1 2 3 ഇങ്ങനെ 100 വരെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ വെക്കുന്ന സാധനം ഉണ്ട്. അത് ഞാൻ ഏതൊരു കിറ്റിലിട്ട് വെച്ചു കാണാനില്ല. അപ്പോൾ പിടിച്ചെടുക്കണം. ഇത് ഞാൻ ഇവിടെ വെക്കില്ല. ഇവിടെ ഒന്നാമത് ആ സാധനം ഇവിടെ സ്ഥലമില്ലാത്തതിന് ഇത് അവിടെ തന്നെ വെക്കണം. അപ്പോൾ അത് എടുത്തും പോകും. പക്ഷേ അതിനകത്തോടത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്തൊരു റൈറ്റിംഗ് പാഡ് ഉണ്ട്.
ഞാൻ മടിക്കാതെ വെച്ച് ഞാൻ ഇട്ടിരിക്കുന്നത് നൈലോൺ ഡ്രസ്സാണ്, മറ്റേ സിമ്പിളൊക്കെ. അതൊക്കെ ഞാൻ ഗോവയിൽ പോയപ്പോൾ സിമ്പിളിൽ പോയപ്പോൾ എടുത്തോണം. ഞാൻ രണ്ടും. ഇതാണ് എൻ്റെ റൈറ്റിംഗ് പാഡ്. എൻ്റെ ചേച്ചി ചെറുപ്പത്തിലെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ തന്നെ ഉപയോഗിക്കുന്നത്. അടുത്ത വർഷം പുതിയ വാങ്ങിക്കും. ഇത് ഒരുപാട് പിടിച്ചിരിക്കുന്നു. പെൻസിൽ ഷെയ്ഡ്സ് ഒക്കെ പരീക്ഷയ്ക്ക് പേപ്പർ കിട്ടാൻ സമയത്തൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. വേറെ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ടത് ഇങ്ങനെ അടിക്കും. എന്നിട്ട് ആരെങ്കിലും മുഖത്തോണ്ട് കേൾക്കും. അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖത്ത് കേൾക്കും. എന്നെ തല്ലും. ഇതാണ് ഇങ്ങനെ നോക്കും, അതാക്കും. പിന്നെ ഉള്ളത് പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കൊക്കെയാണ് എൻ്റെ പൊക്കത്തിരിക്കാറ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണല്ലോ. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫിനുള്ള ഒക്കെയാണിത്. ഞാൻ ഈ സെറ്റാക്കിയത് ഒരു കുറച്ചാളായത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഏകദേശം കുറേ നാളായി ചെയ്ത് വെച്ചിട്ട് ഞാനത് മാറ്റി വെച്ചതേ ഒരു ഇതിൻ്റെ അകത്താണ് ഞാൻ ഈ ഇതൊക്കെ എടുത്തത്. ഈ വെളിനൊക്കെ കിട്ടൂലേ, ഈ പ്ലാസ്റ്റിക് കവറ്, പ്ലാസ്റ്റിക് കുപ്പിൻ്റെ ഈ എന്താണ് പുറത്ത് കിടക്കണ ഇങ്ങനെ കുപ്പികളിലൊക്കെ ഇതുണ്ടാവൂലേ കവർ. മരുന്ന് എടുക്കുകയാണ്. മരുന്ന് എടുക്കണം. 30 ഗൈസ്, ഞാൻ കഷായമൊക്കെ കുടിച്ച് പിന്നെ എന്താ ഇനി ഒരു സ്ഥലം വരെ പോവാനുണ്ട് എനിക്ക്. ഞങ്ങൾ കുമ്പളം വരെ പോകും. അതുണ്ടാവും. കുമ്പളത്തേക്ക് പോകുമ്പോഴാണ് ഞാൻ ഡ്രസ്സ് മാറാൻ പോകണേണ്. പോയിട്ട് പോവാം. ഇന്ന് ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് ഇന്നപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടിയാണ് വിഷുപ്പൂ. ഹലോ, ഇപ്പോൾ ഒരു 10:30 ഞങ്ങൾ ടൈർഡായി. ഒരു ഉറങ്ങാനൊരു സമയമാണ് ഇപ്പോൾ. ഈ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് പുതിയ വീട്ടിലേക്ക് വരെയായിരിക്കും. അപ്പോഴത്തേക്കും ബൈ ബൈ.